തലശ്ശേരി നഗരത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റാൻ നഗര ഭരണാധികാരികൾക്ക് സാധിക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. വികസന നടപടിയുമായി മുന്നോട്ടു പോയാൽ ഒരു വിഭാഗം എതിർക്കും. ആ എതിർപ്പിന് മുന്നിൽ പകച്ചുപോയാൽ വികസനം നടപ്പിലാകില്ലെന്നും ഇച്ഛാശക്തിയോടെ മുന്നോട്ടു പോകാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരത്തിന്റെ സമഗ്ര വികസനത്തെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. നഗരസഭാധ്യക്ഷ KM ജമുന റാണി അധ്യക്ഷയായി. ആരെങ്കിലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നാൽ പിന്നെ അവന് ഒരു കാലത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവൻ്റെ മാനസികത എത്തിക്കുക. ചെറിയൊരു വരേണ്ട മുകളിൽ പിടിച്ച് ഒരു വർഷം നടത്തിക്കുക. ഇത്തരം ഒരു സമീപനം സ്വീകരിക്കരുത്. അതിൽ മുനിസിപ്പൽ ഭരണ നേതൃത്വവും മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് ആലോചിക്കേണ്ട കാര്യം. ഇവിടെ കുറേ സാങ്കേതികത്വമുണ്ട്. ഒരു ഭാഗത്ത് കടലാണ്, വേറൊരു ഭാഗത്ത് കോട്ടയാണ്, വേറൊരു ഭാഗത്ത് റെയിലാണ്, വേറൊരു ഭാഗത്ത് കണ്ടലാണ്. ഇതിനുള്ളിലാണ് തലശ്ശേരി കിടക്കുന്നത്. അപ്പം ഇതിനുള്ളിൽ നിന്ന് കാര്യങ്ങൾ നോക്കുമ്പം ഉദ്യോഗസ്ഥലത്തിൽ കുറി ചെയ്തിന് വളരെ എളുപ്പമാണ്. കുറി ചെയ്ത് വേഗം തന്നെ. ചില കുറികൾ ഒരു കാരണവശാലും ഉത്തരം കിട്ടാത്ത കുറികളാക്കി മാറ്റാനും പറ്റും. ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകത അവർക്കുള്ള വൈഭവം ഒരു കാലത്തും നിവരാത്ത കുറി എഴുതാൻ അവർക്കറിയാം, എന്നാൽ നിവരേണ്ട കുറി എഴുതാൻ അവർക്കറിയാം. പക്ഷെ അതിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്, തലശ്ശേരി നഗരത്തെ കുറിയിട്ട് നിങ്ങൾ കൊല്ലരുത്. എന്നാൽ ചിലരെല്ലാം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആക്കി നഗരത്തെ മാറ്റണം. അത് മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധികളും അതിന് പിന്തുണ കൊടുക്കുന്ന ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ആലോചിക്കേണ്ട കാര്യം, പരമാവധി ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കി നഗരത്തെ മാറ്റണം. ഇനി മാഹി ബൈപ്പാസ് കൂടി ഉദ്ഘാടനം ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയി നഗരം മാറുന്നില്ലെങ്കിൽ ഒരു തരത്തിലും ഈ നഗരം തിരിച്ചു വരാത്തത്രയും ആഴത്തിലേക്ക് കൊണ്ടുപോകും. തലശ്ശേരി നഗരത്തിന്റെ സമഗ്രമായ വികസനം നടപ്പിലാക്കാനാവശ്യമായ കാര്യങ്ങൾ സെമിനാറിൽ അവതരിപ്പിക്കപ്പെട്ടു. 6.5 കോടി രൂപ ചെലവിൽ ലോഗൻസ് റോഡ് നവീകരണമാണ് സെമിനാറിൽ ഉയർന്നുവന്ന പ്രധാന നിർദ്ദേശം. നികുതി പിരിവ് ഊർജിതമാക്കാനും സ്വകാര്യ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനും തീരുമാനിച്ചു. തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെ അടിപ്പാതയിൽ പ്രധാന പാർക്കുകളുടെ നവീകരണം, വനിതകൾക്ക് ഷീ ലോഡ്ജ്, ഫിറ്റ്നസ് സെന്റർ നിർമ്മാണം, പണി പൂർത്തീകരിച്ച ലൈഫ് മിഷൻ ഫ്ളാറ്റിൽ ഗുണഭോക്താക്കളെ താമസിപ്പിക്കൽ, ദുരന്ത നിവാരണ സേനാ വിപുലീകരണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. നഗരത്തിലെ പൂട്ടിക്കിടക്കുന്ന കെട്ടിടങ്ങൾ പരിശോധിക്കും. അപകടകരമായ പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യും. തരിശുഭൂമിയിൽ പച്ചത്തുരുത്തും നെൽകൃഷി വ്യാപനവും നടപ്പിലാക്കും. പുതുതായി നിർമ്മിച്ച കൃഷിഭവൻ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. മാലിന്യ നിക്ഷേപം തടയാൻ അത്തരം കേന്ദ്രങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും. തുണിസഞ്ചികൾ കൂടുതലായി നിർമ്മിക്കും. ഹരിതകർമ്മസേനയെ ആധുനികവൽക്കരിക്കും. കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണും. വിവിധ റോഡുകൾ നവീകരിക്കും. ദാരിദ്ര്യ ലഘൂകരണം, ചേരി പരിഷ്കരണം, മത്സ്യബന്ധനം, പ്രാദേശിക സാമ്പത്തിക വികസനം, ആരോഗ്യമേഖലയിലെ മുന്നേറ്റം, സാമൂഹ്യനീതി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, പട്ടികജാതി വികസനം, വിദ്യാഭ്യാസ കലാ കായിക വികസനം തുടങ്ങിയവയ്ക്കുള്ള പദ്ധതികൾക്കും സെമിനാറിൽ അന്തിമ രൂപം നൽകി. വൈസ് ചെയർമാൻ വാഴയിൽ ശശി, P. വിജയൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.